നമസ്കാരം. ആയുഷ് കാമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. സന്തോഷം മനുഷ്യന്റെ സന്തോഷം കുറഞ്ഞു പോവുകയാണ് അല്ലേ? എത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടായാലും, അതുപോലെ ഒരുപാട് പണം ഉണ്ടായാലും, നല്ലൊരു ജോലി ഉണ്ടായാലും, എന്തൊക്കെ ഉണ്ടായിട്ടും മനുഷ്യന് തൃപ്തിയും വരുന്നില്ല. അതുപോലെ തന്നെ മനുഷ്യന് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകുന്നില്ല. എന്നാൽ അതിലധികം ഒരു നല്ല ജോലി ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിൽ തന്നെ മനുഷ്യന് അതിൽ കൂടുതലായിട്ട് ഡിപ്രഷൻ, ടെൻഷൻ, വിരസത ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു സന്തോഷം കണ്ടെത്താൻ മനുഷ്യന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഈ സന്തോഷമൊക്കെ വീണ്ടെടുക്കാം? നമ്മുടെ ഈ വിരസത എങ്ങനെ മാറ്റാം? നമ്മളുടെ മാനസികമായിട്ട്, മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് മാനസികമായിട്ടുണ്ടാകുന്ന സന്തോഷവും സമാധാനവും അല്ലേ? അപ്പൊ ഇതൊക്കെ തിരിച്ചെടുക്കാനായിട്ട് എന്താണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത്? നമ്മുടെ ശരീരത്തിൽ 4 ഹോർമോണുകൾ നമ്മുടെ തലച്ചോറിൽ ഈ സന്തോഷത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഉത്തേജിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് സന്തോഷം വീണ്ടെടുക്കാനും അതുപോലെ സന്തോഷം കൂട്ടാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഈ ഹോർമോണുകൾക്കുണ്ടാകുന്ന സ്തംഭനമാണ് നമ്മുടെ ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ സന്തോഷത്തിന് തടസ്സം വരുത്തുന്നത്. അപ്പൊ ഈ 4 ഹോർമോണുകളെ ഉത്തേജിപ്പിച്ച് നമ്മൾക്ക് സന്തോഷം വീണ്ടെടുക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഈ 4 ഹോർമോണുകൾ ഏതൊക്കെയാണ്? എൻഡോർഫിൻ, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ. ഇതാണ് നമ്മുടെ സന്തോഷത്തിനായിട്ട് നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ. അപ്പൊ ഈ ഹോർമോണുകൾക്കുണ്ടാകുന്ന സ്തംഭനം നമ്മുടെ സന്തോഷമില്ലായ്മയിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ സന്തോഷം വീണ്ടെടുക്കാൻ നമ്മൾക്ക് ഈ ഓരോ ഹോർമോണുകളെയും ഉത്തേജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഹോർമോണിനെ എങ്ങനെ ഉത്തേജിപ്പിക്കാം? ആദ്യത്തെ ഹോർമോൺ എൻഡോർഫിൻ. ബ്രെയിനിലെ നാച്ചുറൽ കഞ്ചാവ് എന്നറിയപ്പെടുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻ. കാരണം നാച്ചുറലായിട്ട് തന്നെ നമ്മൾക്ക് അതിനെ ഉത്തേജിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഡെയിലി ചെയ്യുന്ന വ്യായാമം, അതുപോലെ നടത്തം, പരസ്പരം നമ്മൾ ചെയ്യുന്ന, അതായത് നമ്മൾ സന്തോഷത്തോടെ ഒരു സംതൃപ്തിയോടെ ചെയ്യുന്ന പല ജോലികളും, ഇതെല്ലാം നമ്മൾക്ക് എൻഡോർഫിൻ ഉത്തേജിപ്പിക്കുന്നതിനും ഇതിലൂടെ നമ്മൾക്കൊരു സന്തോഷം കണ്ടെത്തുന്നതിനും വഴിയൊരുക്കുന്നു. അപ്പോൾ നമ്മൾക്ക് രാവിലെ നമ്മുടെ വ്യായാമ മുറകൾ, നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങൾ നമ്മൾക്ക് തുടരാം. കൃത്യമായിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്ക് നടക്കാം. അതുപോലെ പല ആക്ടിവിറ്റീസ്, അതുപോലെ പല കളികളിൽ ഏർപ്പെടുക. അതായത് നമ്മളെ താല്പര്യത്തോടെ ചെയ്യുന്ന, വളരെ സന്തോഷത്തോടെ നമ്മൾ ചെയ്യുന്ന, അതായത് സന്തോഷം വർദ്ധിപ്പിക്കാൻ നമ്മൾ താല്പര്യത്തോടെ ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഷട്ടില്, ക്രിക്കറ്റ്, ഫുട്ബോള്, അതുപോലെ ചെസ്സ്, ഇതൊക്കെ കളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു എൻഡോർഫിൻ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കപ്പെടുകയും ഇതിലൂടെ നമ്മൾക്കൊരു മാനസികമായിട്ട് നല്ലൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഓർക്കുക, നമ്മൾ ഒരുപാട് അധ്വാനിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് അധ്വാനിക്കുമ്പോൾ ഈ ഹോർമോൺ ഉത്തേജിപ്പിക്കപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ താല്പര്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ, താല്പര്യത്തോടെ നമ്മളിപ്പോൾ ഒരു കരാട്ടെ, അല്ലെങ്കിൽ നമ്മൾ കുൻഫു, കളരി, ഇതൊക്കെ നമ്മളൊരു യോഗ, ഇതൊക്കെ നമ്മൾ താല്പര്യത്തോടെ ചെയ്യുമ്പോൾ ഈ ഹോർമോണുകൾ നമ്മളെ സന്തോഷ ഹോർമോണായ എൻഡോർഫിനെ ഉൽപ്പാദിപ്പിക്കുകയും നമ്മൾക്ക് നമ്മുടെ സന്തോഷം വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് വരുന്നത് ഡോപ്പമൈൻ ആണ്. ഡോപ്പമൈൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉത്തേജിപ്പിക്കപ്പെടുന്നത് നമ്മൾ പരസ്പരം, അതായത് നമ്മളിപ്പോൾ ഒരു തെറ്റ് കണ്ടാലും ശരി കണ്ടാലും, അതായത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് ശരികളെല്ലാം നമ്മൾ അംഗീകരിക്കാനായിട്ട് ശീലിക്കുക. അതുപോലെ എല്ലാവരെയും അംഗീകരിക്കാൻ പഠിക്കുക. നമ്മളെപ്പോലെയുള്ള ആളുകളെ, അല്ലെങ്കിൽ നമ്മൾക്ക് സഹജീവികളോടുണ്ടാകുന്ന ആ ഒരു സ്നേഹവും കരുതലും, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രശംസ, ഒരാളെ നമ്മൾ അംഗീകരിക്കാനായിട്ട് പഠിക്കുക, ഒരാളെ നമ്മൾ സ്നേഹിക്കുക. ഇതിലൂടെയെല്ലാം നമ്മളുടെ ഈ ഒരു ഡോപ്പമൈൻ ഹോർമോൺ ഉത്തേജിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതിലൂടെ നമ്മൾക്ക് ആ ഒരു സന്തോഷം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതാണ് ഡോപ്പമൈൻ ഹോർമോൺ
ഉത്തേജിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഒപ്പമുള്ളവരെയും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ ക്ഷമിക്കുകയും അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയും അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളിൽ നമ്മളൊരു പ്രശംസ പറയാൻ അല്ലെങ്കിൽ നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ ഒക്കെ നമുക്കുണ്ടാകുന്ന ആ ഒരു മനസ്സുണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് സന്തോഷം ഉണ്ടാകുന്നു. പരസ്പരം സ്നേഹിക്കാനുള്ളൊരു കാര്യങ്ങളും ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആ ഒരു സംതൃപ്തിയും സന്തോഷവും നമ്മുടെ ഈ ഒരു ഡോപ്പമൈൻ ഹോർമോൺ ഉത്തേജിപ്പിക്കാനും നമ്മൾക്ക് ആ കിട്ടുന്ന ആ ഒരു സന്തോഷം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നു. അടുത്തതായിട്ട് വരുന്നത് സെറോട്ടോണിനാണ്. സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കണമെങ്കിൽ നമ്മൾ സേവനം ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരി സമ്മാനിക്കുന്നതോ ഒക്കെ മറ്റുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ നമ്മുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് നമ്മളൊരു സമ്മാനം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ ഒരു യാത്ര കൊണ്ടുപോവാണ്. അപ്പം ഈ ഒരു സമയത്ത് അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിൽ നമുക്ക് മാനസികമായി കിട്ടുന്ന സംതൃപ്തിയും സന്തോഷവും, അങ്ങനെ നമ്മൾക്ക് ഈ ഒരു ഹോർമോൺ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ നമ്മൾക്ക് ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ആ ഒരു ലൈഫ് ടൈം നമുക്കത് നിലനിർത്തി കൊണ്ടുപോകാനും, അതായത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അല്ലെ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള ഹോർമോണുകൾക്ക് യാതൊരുവിധ പ്രോഗ്രസ്സും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക എന്നത് മാത്രമേ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ. സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ അടുത്തുകൂടെ പോകില്ല. അപ്പോൾ നമ്മളെപ്പോഴും സേവനം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലോട്ടും പകർന്നു കിട്ടും. അടുത്തതായിട്ട് വരുന്നത് ഓക്സിറ്റോസിൻ ആണ്. ഓക്സിറ്റോസിൻ വർദ്ധിക്കുന്നത് നമ്മളിപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന ആളുകൾ, ഒന്നിനും കൂടാതെ എങ്ങും പോകാതെ എപ്പോഴും വീട്ടിൽ തന്നെ അടച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇവർക്കൊന്നും ഓക്സിറ്റോസിൻ ഉത്തേജിപ്പിക്കുകയില്ല. അതിനു പുറമേ ആയിട്ട് നമ്മളിപ്പോൾ എല്ലാവരോടും കൂട്ടുകൂടി നടക്കുന്ന ആളുകൾ, അതായത് നമ്മൾ കൂട്ടുകാർക്കൊപ്പോ വീട്ടുകാർക്കൊപ്പോ ഒരു നേരമെങ്കിലും നിങ്ങൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം. നമ്മളെല്ലാം പരസ്പരം സംസാരിച്ച് അന്ന് നടന്ന കാര്യങ്ങളും എല്ലാവരും പരസ്പരം പങ്കുവെച്ച് കുറേ കളിയും തമാശയൊക്കെ പറഞ്ഞ് നമ്മളൊരു ദിവസമെങ്കിലും എല്ലാവരുടെ കൂടെ ഇരുന്ന് നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു നോക്കൂ. നമ്മൾക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, നമ്മളെപ്പോഴും കൂട്ടുകൂടി നടക്കുക. ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ഒരു ഓക്സിറ്റോസിൻ ഉത്തേജിപ്പിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത നമ്മൾ എല്ലാവരുമായിട്ട് സഹകരിക്കുക, എല്ലാവരുടെ ഒപ്പം കൂട്ടുകൂടുക, നമ്മുടെ കാര്യങ്ങളെല്ലാം പങ്കുവെക്കുക, സ്നേഹിക്കുക പരസ്പരം, നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവുക, നമ്മൾ പലതരത്തിലെ പല ഗെയിമുകളിൽ ഒരുമിച്ച് ഏർപ്പെടുക. അപ്പോൾ ഇതെല്ലാം ഓക്സിറ്റോസിൻ ഉത്തേജിപ്പിക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഇതാണ് ഈ 4 ഹോർമോണുകൾ: എൻഡോർഫിൻ, സെറോട്ടോണിൻ, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ. അപ്പോൾ ഈ 4 ഹോർമോണുകൾ നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത് ഉത്തേജിപ്പിക്കേണ്ട രീതി കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക, നമ്മുടെ ശരീരത്തിലുള്ള ഈ ഒരു ഹോർമോണുകളെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സന്തോഷങ്ങൾ തിരിച്ചെടുക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ. നമ്മുടെ ആ ഒരു വിരസതയും ഡിപ്രഷനും കാര്യങ്ങളെല്ലാം മാറ്റി കൂടുതൽ ഊർജത്തോടെ ഉത്സാഹത്തോടെ നമ്മുടെ സന്തോഷം വീണ്ടെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.